അങ്ങനെ നമ്മളെ കാക്കു പോയി ഗൈസ്. ഇനി കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചാണ്. അപ്പോൾ അവനോട് എയർപോർട്ടിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്ത് വിട്ടാൻ പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് വീഡിയോ വിട്ടിരുന്ന കോലട്ടോ. അതൊക്കെ ആരതൊക്കെ മൂടും ആരതൊക്കെ കാലും കൈയൊക്കെ എടുത്ത് വിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ കുറച്ച് മെയിൻ ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനറിയാം. ഇപ്പം കണ്ടില്ലേ ആ കാക്കാൻ്റെ മൂട് മറ്റോൻ്റെ മുന്നൊക്കെ എടുത്തിട്ടൊക്കെ പോണത്. ഞങ്ങളിങ്ങനെ ഞങ്ങൾ പറയണില്ല, ഓന് വേഗം വരുമെന്ന് പറഞ്ഞ് ഞാൻ പോയിക്കണം. ഒരാഴ്ചനുള്ളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അവിടെ എന്തോ ഒരു അത്യാവശ്യത്തിന് പോവാണ്. വേഗം വന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി യൂട്യൂബിൽ ഇടാൻ വീഡിയോസിന് തെണ്ടിപ്പോവും. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഗൈസ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സീറ്റ് നമ്പർ നോക്കണം. അവൻ്റെ സീറ്റ് നമ്പറൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. അടുത്ത് വല്ല പെണ്ണുങ്ങളായാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ പെണ്ണുങ്ങളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു വേണ്ട, തന്താളന്നെ ആയാൽ മതി, അതാ സുഖം. അങ്ങനെ അവൻ്റെ സീറ്റ് നമ്പറൊക്കെ കിട്ടി. അവൻ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിർന്നു. അപ്പം നോക്കുമ്പോൾ ഒരു മൂത്ത തന്തയെടുത്തു. അയാളെ കാണിച്ചിരുന്നില്ല ഞാൻ. അങ്ങനെ ഓനവിടെ കയറി സീറ്റ് ബെൽറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മൾക്ക് എന്താ സീറ്റ് ബെൽറ്റ് ഇൻഷാള്ള ഒരു ദിവസം കാരണം. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറിയ വീഡിയോ ഇട്ടാൻ പറഞ്ഞിട്ട് ചിരിയൊക്കെ വന്നിക്കണം. എന്നാലും പാവം വീഡിയോ ഒക്കെ എടുത്ത് വിട്ടാൻ നിൽക്കണം.